നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ലോകത്ത് എങ്ങനെ അന്തസ്സോടെ ജീവിക്കാം? വെറും ഒരു അതിജീവനം മാത്രമല്ല, ഒത്തുതീർപ്പുകളോ വിട്ടുവീഴ്ചകളോ അല്ല, മറിച്ച് ലക്ഷ്യബോധത്തോടെയും സമാധാനത്തോടെയും എങ്ങനെ ജീവിക്കാം? നാം ജീവനോടെ സ്നേഹിക്കുന്നവർ ഒരു മുന്നറിയിപ്പുമില്ലാതെ കടന്നുപോകുന്ന കരിയറുകൾ തകർന്നടിയുന്ന നാം കെട്ടിപ്പടുത്തതെല്ലാം ഒരു ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് ഒരു വിശദീകരണവുമില്ലാതെ തട്ടിയെടുക്കപ്പെടാവുന്ന ഒരു ലോകമാണിത്. ഭൂരിഭാഗം ദർശനങ്ങളും ഈ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കാര്യങ്ങൾ ശരിയായി ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ, പോസിറ്റീവായി ചിന്തിച്ചാൽ ലോകം ഒടുവിൽ നിങ്ങൾക്ക് അനുകൂലമാകുമെന്ന് അവ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ സ്റ്റോയിസിസം അങ്ങനെയൊന്നും വാഗ്ദാനം ചെയ്യുന്നില്ല. സംഭവിക്കാനിടയുള്ള ഏറ്റവും മോശം സാഹചര്യങ്ങൾ അത് നേർക്കുനേർ നോക്കി പറയുന്നു, അതെ, അങ്ങനെ സംഭവിക്കാം, മിക്കവാറും സംഭവിക്കുകയും ചെയ്യും. ഇനി നമ്മൾ എന്തു ചെയ്യും? ഈ തുറന്നു പറച്ചിലാണ് സ്റ്റോയിസിസത്തെ ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ പരിശീലിക്കുന്ന ഏക പുരാതന ദർശനമാക്കി മാറ്റിയത്. വെറുതെ വായിച്ച് പഠിക്കുകയല്ല, മറിച്ച് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുന്ന സർജന്മാർ, സൈനികർ, കായിക താരങ്ങൾ എന്നിവരൊക്കെ ഇതൊരു ജീവന രീതിയായി കൊണ്ടു നടക്കുന്നു. എന്താണ് സ്റ്റോയിസിസം? അതിൻ്റെ ഉത്ഭവം എവിടെയാണ്? അത് യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു കപ്പൽ തകർച്ചയിൽ നിന്നാണ് സ്റ്റോയിസിസം എന്ന തത്വചിന്തയുടെ ജനനം. BC 301 സീനോ എന്ന ഫീനീഷ്യൻ വ്യാപാരി തൻ്റെ സമ്പാദ്യവുമായി ഏഥൻസിലേക്ക് കപ്പൽ മാർഗം യാത്ര ചെയ്യുകയായിരുന്നു. എന്നാൽ യാത്രാമധ്യേ കപ്പൽ തകർന്ന അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു. വെറും കൈയോടെ ഏഥൻസിലെത്തിയ അദ്ദേഹം അവിടെ ഒരു പുസ്തകശാലയിൽ കയറി. അവിടെയുണ്ടായിരുന്ന സോക്രട്ടീസിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകം വായിച്ച സീനോ ആകൃഷ്ടനായി. ഇതുപോലെയുള്ള മനുഷ്യരെ എനിക്ക് എവിടെ കണ്ടെത്താനാകുമെന്ന് അദ്ദേഹം കടയുടമയോട് ചോദിച്ചു. കടയുടമ അപ്പോൾ ആ വഴി കടന്നുപോയ ഗ്രേറ്റസ് എന്ന തത്വചിന്തകനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. സീനോ അദ്ദേഹത്തെ പിന്തുടരുകയും വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കുകയും ചെയ്തു. ഒടുവിൽ സാധാരണ മനുഷ്യർക്ക് പ്രായോഗിക ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സ്വന്തം തത്വചിന്ത അദ്ദേഹം രൂപപ്പെടുത്തി. ഏഥൻസിലെ സ്റ്റോവ പൊയ്ഗിലി എന്ന പൊതുസ്ഥലത്തിരുന്നാണ് അദ്ദേഹം ഇത് ആളുകളെ പഠിപ്പിച്ചത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ സ്റ്റോയിക്കുകൾ എന്നറിയപ്പെട്ടു. ഈ ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം സുഖസൗകര്യങ്ങളിൽ ജീവിച്ച ഒരു മനുഷ്യനല്ല ഇതുണ്ടാക്കിയത്, മറിച്ച് എല്ലാം നഷ്ടപ്പെട്ട് മുന്നോട്ട് എങ്ങനെ ജീവിക്കണമെന്ന് വഴിതിരഞ്ഞ ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഈ ചിന്താഗതി ഇത്രയധികം പ്രായോഗികമാകുന്നത്. സ്റ്റോയിസിസത്തിൻ്റെ ഘടന പ്രധാനമായ 3 അടിസ്ഥാന ആശയങ്ങളിലാണ് നിൽക്കുന്നത്. 1. നിയന്ത്രണത്തിൻ്റെ വിഭജനം. ഇതാണ് സ്റ്റോയിസിസത്തിലെ ജീവൻ. നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റാൻ ഈ ഒരു ചിന്തയ്ക്ക് കഴിയും. ഈ ലോകത്തുള്ള കാര്യങ്ങളെ 2ആയി തിരിക്കാം: നമ്മുടെ നിയന്ത്രണത്തിലുള്ളവയും നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്തവയും. നമ്മുടെ നിയന്ത്രണത്തിലുള്ളവ നമ്മുടെ ചിന്തകൾ, ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങൾ, ശ്രമങ്ങൾ, കൂടാതെ ഒരു സാഹചര്യത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത്. ഇവ പൂർണ്ണമായും നമ്മുടെ മാത്രമാണ്. നമ്മുടെ അനുവാദമില്ലാതെ ഒന്നിനും ഇതിനെ തട്ടിയെടുക്കാനാവില്ല. നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്തവ മറ്റെല്ലാം ഇതിൽ വരും. നമ്മുടെ ശരീരം, പ്രശസ്തി, സമ്പത്ത്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ പ്രവൃത്തികൾ, കാലാവസ്ഥ, മാർക്കറ്റ്, പ്രിയപ്പെട്ടവരുടെ ആരോഗ്യം എന്നിവയെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. ഇവയൊന്നും അന്തിമമായി നമ്മുടെ കൈകളിലില്ല. അടിമയായി ജനിക്കുകയും യജമാനന്റെ ക്രൂരത കാരണം കാലൊടിയുകയും ചെയ്തിട്ടും പിൽക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തകരിൽ ഒരാളായി മാറിയ എപ്പിക്റ്റസ് തൻ്റെ പുസ്തകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലാണ്, ചിലത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഏതാണ് നമ്മുടെ പരിധിയിൽ വരുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കൂ. നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും നിരാശകളും ഉണ്ടാകുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ മാറ്റാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ്. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ സ്വന്തം പ്രവൃത്തിയിലേക്കും സ്വഭാവത്തിലേക്കും മാത്രം മാറ്റുമ്പോൾ മാനസികമായി നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല. 2. നല്ല സ്വഭാവമാണ് യഥാർത്ഥ നന്മ. ഏത് സാഹചര്യത്തിലും മനുഷ്യന് നിരുപാധികമായി നല്ലതായിട്ടുള്ളത് നല്ല സ്വഭാവം മാത്രമാണെന്നാണ് സ്റ്റോയിസുകൾ വിശ്വസിക്കുന്നത്. സമ്പത്ത്, ആരോഗ്യം, പ്രശസ്തി എന്നിവയെ അവർ ആഗ്രഹിക്കാവുന്ന എന്നാൽ അത്ര പ്രധാനമല്ലാത്ത കാര്യങ്ങൾ എന്നാണ് വിളിച്ചത്. കാരണം സമ്പത്ത് ഒരാളെ ക്രൂരനാക്കാം, ആരോഗ്യം അഹങ്കാരിയാക്കാം, എന്നാൽ നല്ലൊരു സ്വഭാവത്തെ ആർക്കും ഒന്നിനും വേണ്ടി തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയില്ല. സ്റ്റോയിസുകൾ 4 പ്രധാന സ്വഭാവ ഗുണങ്ങളെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വിവേകം, എന്താണ് ശരി, എന്താണ് ജീവിതത്തിൽ പ്രധാനം എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. നീതി, മറ്റുള്ളവരോട് അർഹമായ രീതിയിൽ ന്യായമായി പെരുമാറുക.
ധീരത ഭയമുണ്ടാക്കുന്ന സാഹചര്യത്തിലും ശരിയായ കാര്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുക. മിതത്വം ആഗ്രഹങ്ങളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കാനുള്ള സ്വയം ശിക്ഷണം. നിങ്ങളുടെ ജീവിതത്തിന്റെ മൂല്യം നിശ്ചയിക്കുന്നത് നിങ്ങളുടെ പക്കലുള്ള സാധനങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ സ്വഭാവ ശുദ്ധിയാണ്. 3. നമ്മളൊരു വലിയ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു പൊതുയുക്തി ഉണ്ടെന്ന് സ്റ്റോയിസുകൾ വിശ്വസിച്ചു. അതിനവർ ലോക്കോസ് എന്ന് വിളിച്ചു. ഇതൊരു വ്യക്തി രൂപമുള്ള ദൈവമല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ ഒരു പൊതു നിയമമോ ക്രമമോ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് അവർ വാദിച്ചു. ഗ്രീക്കുകാരൻ എന്നും വിദേശിയെന്നും രാജാവെന്നും അടിമയെന്നുമുള്ള വ്യത്യാസങ്ങൾക്ക് അവരുടെ മുന്നിൽ സ്ഥാനമില്ലായിരുന്നു. മനുഷ്യർ പരസ്പരം സഹായിക്കാനായി ജീവിക്കേണ്ടവരാണ്. മറ്റൊരു മനുഷ്യനെ വേദനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ദ്രോഹിക്കുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിന്റെ ഭാഗമായ നമ്മളെ തന്നെയാണ് ദ്രോഹിക്കുന്നത്. ഈ ചിന്തയാണ് പിൽക്കാലത്ത് ആധുനിക ലോകത്തിലെ മനുഷ്യാവകാശ ആശയങ്ങൾക്ക് അടിത്തറയിട്ടത്. സ്റ്റോയിസിസം എന്നത് വെറും ഒരു തത്വചിന്തയല്ല, മറിച്ച് മനസ്സിനെ പാകപ്പെടുത്താനുള്ള ചില പ്രായോഗിക പരിശീലനങ്ങളാണ്. നെഗറ്റീവ് വിഷ്വലൈസേഷൻ. എല്ലാ ദിവസവും രാവിലെ തനിക്കുള്ള ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ, വരുമാനം, ആരോഗ്യം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ജീവിതം നഷ്ടപ്പെടുന്നത് സ്റ്റോയിസുകൾ മനസ്സുകൊണ്ട് സങ്കല്പിക്കും. ഇത് നെഗറ്റീവ് ചിന്തയല്ല, മറിച്ച് മനസ്സിനുള്ള ഒരു പ്രതിരോധ കുത്തിവയ്പ്പാണ്. നഷ്ടങ്ങളെ മുൻകൂട്ടി കണ്ട് ശീലിച്ച ഒരാൾക്ക് അത് യാഥാർത്ഥ്യമാകുമ്പോൾ പെട്ടെന്ന് തളരാതിരിക്കാൻ കഴിയും. ഉയരത്തിൽ നിന്നുള്ള വീക്ഷണം. സ്വന്തം പ്രശ്നങ്ങളെ പ്രപഞ്ചത്തിന്റെ വലിയൊരു തലത്തിൽ നിന്ന് നോക്കി കാണുക. ഭൂമിക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ചെറിയ വഴക്കോ സങ്കടങ്ങളോ ഒന്നുമല്ലാതായി മാറും. പ്രപഞ്ചത്തിന്റെ ആയുസ്സുമായി നോക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു മിന്നലാട്ടം മാത്രമാണ്. ഇത് ജീവിതത്തെ അർത്ഥശൂന്യമാക്കാനല്ല, മറിച്ച് എന്തിനാണ് നമ്മൾ യഥാർത്ഥ മുൻഗണന നൽകേണ്ടതെന്ന് മനസ്സിലാക്കാനാണ്. പ്രതികാരങ്ങൾക്കുള്ള ഇടവേള. ജീവിതത്തിൽ എന്തെങ്കിലും മോശം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യമോ ഭയമോ വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ വികാരത്തിനും അതിനോടുള്ള നമ്മുടെ പ്രതികരണത്തിനും ഇടയിൽ ഒരു ചെറിയ ഇടവേളയുണ്ട്. അവിടെയാണ് നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം. ആ വികാരത്തിന് അടിമപ്പെടണോ അതോ വിവേകത്തോടെ പെരുമാറണോ എന്ന് ആ ഇടവേളയിൽ നമുക്ക് തീരുമാനിക്കാം. ചരിത്രത്തിലെ 3 മഹത് വ്യക്തികൾ. എപ്പിക്റ്ററ്റസ്. അടിമയായി ജീവിച്ച ഇദ്ദേഹത്തിന്റെ കാൽ യജമാനൻ ക്രൂരമായി തല്ലിയൊടിച്ചപ്പോൾ അദ്ദേഹം തികച്ചും ശാന്തനായി പറഞ്ഞു, ഇതൊടിയുമെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ. ശരീരം അടിമയാക്കപ്പെട്ടാലും മനസ്സിനെ അടിമയാക്കാൻ നമ്മുടെ സമ്മതം വേണമെന്ന് അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചു. അദ്ദേഹം ഒന്നും എഴുതി വെച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ഈ ആശയങ്ങൾ പകർത്തിവെച്ചത്. സെനേക്ക. റോമിലെ വലിയ സമ്പന്നനും നാടകൃത്തുമായിരുന്നു അദ്ദേഹം. എങ്കിലും ആ സുഖങ്ങളൊക്കെ മാറ്റിവെച്ച് ലളിതമായ ജീവിതം അദ്ദേഹം ശീലമാക്കി. ഒടുവിൽ നീറോ ചക്രവർത്തി അദ്ദേഹത്തിന്റെ വധശിക്ഷ വിധിച്ചപ്പോൾ ചുറ്റുമിരുന്ന് കരയുന്ന സുഹൃത്തുക്കളെ അദ്ദേഹം ആശ്വസിപ്പിച്ചു. താൻ ജീവിതകാലം മുഴുവൻ തത്വചിന്ത പരിശീലിച്ചത് ഈ ഒരു നിമിഷത്തെ ധീരമായി നേരിടാനാണെന്ന് പറഞ്ഞ അദ്ദേഹം ശാന്തനായ മരണം വരിച്ചു. മാർക്കസ് ഔറേലിയസ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തനായ റോമൻ ചക്രവർത്തിയായിരുന്നു ഇദ്ദേഹം. യുദ്ധങ്ങളും പകർച്ചവ്യാധികളും ഭരണസമ്മർദ്ദങ്ങളും നിറഞ്ഞ ജീവിതത്തിനിടയിൽ അദ്ദേഹം രാത്രികളിൽ തനിക്ക് തന്നെ ഓർമ്മപ്പെടുത്തലായി എഴുതിയ ഡയറി കുറിപ്പുകളാണ് പിന്നീട് ലോക പ്രശസ്തമായ മെഡിറ്റേഷൻസ് എന്ന പുസ്തകമായി മാറിയത്. ലോകം ഭരിച്ചൊരു മനുഷ്യൻ തന്റെ തെറ്റുകളെ തിരുത്താൻ സ്വയം എഴുതിയ കുറിപ്പുകളാണവ. ഇന്ന് സൈക്കോളജിയിൽ ലോകമെമ്പാടും ഉപയോഗിക്കുന്ന CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, പൂർണ്ണമായും സ്റ്റോയിസിസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കാര്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നത് അവയുടെ സ്വഭാവം കൊണ്ടല്ല, നമ്മൾ അതിനെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നതുകൊണ്ടാണ് എന്ന എപ്പിക്റ്ററ്റസിന്റെ നിരീക്ഷണമാണ് CBTയുടെ മൂലക്കല്ല്. ഈ പ്രപഞ്ചത്തിന്റെ നിയമം വളരെ ലളിതമാണ്. ഫലങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവില്ല, നിങ്ങളുടെ ശ്രമങ്ങളെ നിയന്ത്രിക്കാം. മറ്റുള്ളവരെ നിങ്ങൾക്ക് മാറ്റാനാവില്ല, നിങ്ങളുടെ പ്രതികാരങ്ങളെ മാറ്റാം. ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറയാനാവില്ല, എന്നാൽ മനസ്സിനെ ധീരമായി സൂക്ഷിക്കാൻ നമുക്കാവും. ഇത് വെറും ഒരു പോസിറ്റീവ് ടോക്കോ മോട്ടിവേഷണൽ പ്രസംഗമല്ല, ഇത് മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ അവസ്ഥയാണ്. പുറമേയുള്ള കാര്യങ്ങൾ നമ്മളെ ബാധിക്കില്ല എന്നല്ല ഇതിനർത്ഥം, മറിച്ച് ഏത് പ്രതിസന്ധിയിലും നമ്മുടെ ആന്തരിക ശാന്തത നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ്. ഏത് കൊടുങ്കാറ്റിലും തളരാതെ ഞാൻ ആരായിരിക്കണമെന്ന് സ്വയം തീരുമാനിക്കാനുള്ള കരുത്ത് സ്റ്റോയിസിസം നമുക്ക് നൽകുന്നു. ആ അവസരം ഇന്നും നമ്മുടെ മുന്നിലുണ്ട്.